അപ്പോൾ നിനക്കവളെ ഇഷ്ടമായിരുന്നു അല്ലേടാ? അമൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും സിദ്ധാർത്ഥ് ഇരുത്തി ഒന്ന് ചോദിച്ചു. അമൻ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു കാണിച്ചു. അല്ലടാ, ആ കാഞ്ചന അവൾക്കെന്താ പ്രശ്നം? അവൾക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഗൗരിയാണെന്ന് തോന്നുന്നു അവളുടെ മെയിൻ പ്രശ്നം. സിദ്ധാർത്ഥ് ഒരു ചിന്തയോടെ അമനെ നോക്കി പറഞ്ഞു. അല്ല, നാളെയാണല്ലോ പോക്ക്. എന്തായി? ഗൗരിയോട് പറഞ്ഞോ? പറഞ്ഞു. അവൾക്കും വരണമെന്നുണ്ടായിരുന്നു. എങ്കിൽ കൊണ്ടുവന്നൂടെ? ഇല്ലടാ, അവളോട് എക്സാം അടുത്തില്ലേ. ഗൗരി ഒറ്റയ്ക്കൊരു വീട്ടിലോ? ആ ചോദ്യം സിദ്ധാർത്ഥിനെ ഒന്ന് ഉലച്ചു കളഞ്ഞു. അവനില്ലാതെ അവൾ എങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുമെന്ന ചിന്തയായിരുന്നു അവനിൽ. അമൻ, എന്നാൽ നീ ഒരു കാര്യം ചെയ്, അവൾക്കും കൂടി ടിക്കറ്റ് എടുക്ക്, അവളെയും കൂട്ടി പോകാം. നീ കാര്യമായിട്ടാണോ? അതെ, 1-2 പാർട്ടികൾ കൂടി ഉണ്ടല്ലോ. അവൾ കൂടി ഉണ്ടെങ്കിൽ എനിക്കും ഒരു ആശ്വാസമാകും. അമൻ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നത് പോലെ സിദ്ധാർത്ഥിന് തോന്നി. എന്താടാ, എന്തെങ്കിലും പറയാനുണ്ടോ? ഡാ, അത് പിന്നെ പറ. അമൃതയെ കൂടെ എനിക്ക് തോന്നി. അവൾ വരുവാണെങ്കിൽ കൂട്ടിക്കോ, ഒരു ലവ്ലി ട്രിപ്പ് അങ്ങ് ആക്കാം. അമൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് സിദ്ധാർത്ഥിന് കൈ കൊടുത്തു. അമൻ പുറത്തേക്ക് പോയി. ഇതേസമയം ഓഫീസിൻ്റെ മറ്റൊരു ഭാഗത്ത് റാം, ദേ നിന്റെ ആള് വന്നിട്ടുണ്ട്. ആഹാ, ഫ്രീ ടൈം ആവട്ടെ, ഇന്ന് അവളെ കൊണ്ടൊന്ന് സംസാരിക്കണം. കാര്യമുണ്ട്. റാംമോഹൻ വട്ടം കൂടി നിൽക്കുന്ന കൂട്ടുകാരെ നോക്കി പറഞ്ഞു. ഫ്രീ ടൈം ആയതും ഗൗരിയും അമൃതയും പതിവ് പോലെ സിദ്ധാർത്ഥിൻ്റെ ഓഫീസിന് പുറകിലുള്ള ആൽമര ചുവട്ടിലേക്ക് പോയി. അവളെ തന്നെ ഇടയ്ക്കിടെ ഇടം കണ്ണിട്ട് നോക്കുന്ന സിദ്ധാർത്ഥിനെ ഇമ വെട്ടാതെ ഗൗരി നോക്കിയിരുന്നു. എന്താടി, നിങ്ങൾ വീട്ടിൽ നിന്നും കാണാറില്ലേ? ഇതിൻ്റെ ഫീലൊന്ന് വേറെയാ മോളെ, ഗൗരി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. പെട്ടെന്നായിരുന്നു ഒരു കൂട്ടം പയ്യന്മാർ അവർക്കരികിലേക്ക് വന്നത്. അതിൻ്റെ മുന്നിൽ തന്നെ റാംമോഹൻ ഉണ്ടായിരുന്നു. ഹായ് ഗൗരി. അവൻ ഗൗരിയെ കണ്ടതും കൈവീശി കാണിച്ചു. ഗൗരി ഓഫീസിനകത്തേക്ക് നോക്കുമ്പോൾ സിദ്ധാർത്ഥ് പുറത്തേക്ക് പോകുന്നത് കണ്ടു. സിദ്ധാർത്ഥ് ഇവർ വരുന്നത് കണ്ടില്ല എന്നവൾക്ക് വ്യക്തമായി. റാം കൈവീശി കാണിച്ചതും ഗൗരി കുതിച്ചെഴുന്നേറ്റു. ഇരിക്കും മോളെ, ഏട്ടനൊന്നും ചെയ്യില്ല, കുറച്ച് സംസാരിക്കണം, അത്രേ ഉള്ളൂ. എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഒറ്റ വാക്കിൽ അവൾ പറഞ്ഞു നിർത്തി. എനിക്ക് പറയാനുണ്ട്. എൻ്റെ മോൾ പറയുന്നത് അങ്ങ് കേൾക്കാൻ നോക്കിക്കോ. എനിക്കൊന്നും പറയാനും കേൾക്കാനും ഇല്ലെന്നല്ലേ പറഞ്ഞത്. അതും പറഞ്ഞുകൊണ്ട് അമൃതയുടെ കൈയും പിടിച്ച് മുന്നോട്ടേക്കാഞ്ഞ ഗൗരിയുടെ മുന്നിലേക്ക് റാം കയറി നിന്നു. നിക്ക് മോളെ, അങ്ങനെ അങ്ങ് പോകല്ലേ. ഞാൻ പറയുന്നത് കേട്ടിട്ട് എൻ്റെ പൊന്നുമോൾ അങ്ങ് പോയാൽ മതി. അവൻ്റെ രൂക്ഷമായ നോട്ടം തന്നിൽ പതിയുമ്പോൾ ഭയത്താൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. കൈ വിട്ട് മോൾ അങ്ങ് മാറി നിൽക്ക്. റാമേട്ടൻ ഈ ഗൗരിക്കൊച്ചിനോട് അല്പം സംസാരിക്കട്ടെ. അമൃതയെ നോക്കി പറഞ്ഞതും ഗൗരി അമൃതയുടെ കൈകളിൽ ശക്തമായി പിടിച്ചു. ഒരലർച്ചയോടെ റാം അമൃതയ്ക്ക് നേരെ ചീറിക്കൊണ്ട് പറഞ്ഞു. മാറി നിൽക്കടി പുന്നാര മോളെ. അമൃത ഒറ്റ കുതറലോടെ ഗൗരിയുടെ കൈകൾ വിട്ട് ആലിന് പിന്നിലേക്ക് മാറി നിന്നു. റാം കൈ ഉയർത്തി എല്ലാവരോടും മാറി നിൽക്കാൻ ആംഗ്യം കാണിച്ചതും എല്ലാവരും ഒരു നിശ്ചിത അകലം പാലിച്ച് മാറി നിന്നു. ഗൗരി ആകെ ഭയത്തോടെ വിറയ്ക്കുന്ന കണ്ണുകളോടെ ഇടയ്ക്കിടെ ഓഫീസ് റൂമിനകത്തേക്ക് നോക്കുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥിനെ അവിടെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇരിക്ക്, പെട്ടെന്ന് റാം അവളോട് പറഞ്ഞതും അവൾ ഞെട്ടി ആൽച്ചുവട്ടിൽ നിന്നും മാറി. നീങ്ങാനല്ല, ഇരിക്കാനാണ് പറഞ്ഞത്. എനിക്കിരിക്കാൻ പറ്റില്ല. എന്താ മോളെ, ഇരിക്കാൻ പറ്റാത്ത വല്ല പ്രശ്നവുമുണ്ടോ? റാം കളിയാക്കി ചോദിച്ചതും അവൾ ദേഷ്യം കൊണ്ട് അവനെ തറപ്പിച്ചു നോക്കി. ഇങ്ങനെ നോക്കല്ലേ പെണ്ണെ, കണ്ണെടുക്കാൻ തോന്നുന്നില്ല നിന്റെ ഈ പൂമുഖത്ത് നിന്നും. നിന്നെപ്പോലെ ഒരു അപ്സരസ് ഈ കോളേജിലുണ്ടെന്ന് ഞാൻ എന്തേ അറിയാൻ വൈകി? അവൻ വശ്യമായ സ്വരത്തിൽ പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഭയം കൊണ്ട് ഹൃദയം നിലയ്ക്കുന്നത് പോലെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. വളച്ചുകെട്ടില്ലാതെ കാര്യം അങ്ങ് അവതരിപ്പിക്കാൻ, അതാണ് അതിൻ്റെ ഒരിത് അല്ലേ? അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. പിന്നോട്ടേക്ക് നീങ്ങി നീങ്ങി ഗൗരി ആലിൽ ചെന്നിടിച്ചു നിന്നു. ഭയം കാരണം ചെവിക്കുള്ളിൽ ഒരു ചൂളംവിളി ഉയർന്നു. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ റാം അവളുടെ ശ്വാസം എത്തുന്ന അത്രയും അടുത്തതും എന്തോ ഒന്ന് അവനെ ഒറ്റത്തട്ട്. റാം തെറിച്ച് നിലത്തെ കാഞ്ഞു പോതിച്ചു. ഒരു വീഴ്ചയായിരുന്നു അത്. എന്താ മോനെ ഇത്? പട്ടാപ്പകൽ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പേടിപ്പിക്കുന്നത് എന്തിനാ? അതും ഈ കോളേജ് ക്യാമ്പസിൽ ഞാനുള്ള സമയത്ത്. സാറിൻ്റെ പണി നോക്കി പോകാൻ നോക്ക്. ഇത് ഞാനും അവളും തമ്മിലുള്ള കാര്യമാണ്. വെറുതെ തടി കേടാകണ്ട. റാമിൻ്റെ ഭീഷണി ഒരു പുച്ഛം നിറഞ്ഞ ചിരിയോടെയാണ് സിദ്ധാർത്ഥ് കേട്ടു നിന്നത്. റാം സിദ്ധാർത്ഥിന് നേരെ കുതിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു. സാറിൻ്റെ കാര്യം നോക്കി പൊയ്ക്കോ. ഇത് കോളേജ് പിള്ളേരുടെ ഏരിയയാണ്. ഇതിലൊരു സാറിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് പോകാൻ നോക്ക്. ഡയലോഗൊക്കെ അടിപൊളി, പക്ഷേ ഏൽക്കുന്നവനോട് ചെന്ന് തെറുക്കി കുഞ്ഞേ. ആള് മാറിപ്പോയി. ശരി സാർ, എന്തായാലും വന്നതല്ലേ. ഈ മുതലാണ് കാര്യം. 50-50 എന്തു പറയുന്നു? അതും പറഞ്ഞ് റാം ഗൗരിയുടെ കൈ പിടിച്ച് വലിച്ച് മുന്നോട്ട് നിർത്തിയതും റാമിൻ്റെ കൈകൾ ഞെരിച്ചുകൊണ്ട് ഗൗരിയുടെ കൈകളിൽ നിന്നും വിടുവിച്ചു. സിദ്ധാർത്ഥ് പറഞ്ഞു, ഈ കാര്യത്തിൽ 50-50 ആക്കണ്ട, ഫുള്ള് നീ എടുത്തോ.
അതും പറഞ്ഞ് സിദ്ധാർത്ഥ റാമിൻ്റെ അടിവയർ നോക്കി ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു. അടുത്തുള്ള ഇരിപ്പിടത്തിലേക്ക് റാം തെറിച്ചു വീണതും എല്ലാവരും ഭയന്ന് പിന്നിലേക്ക് മാറി. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരുത്തൻ മുന്നോട്ടേക്ക് വന്നു. സാറിന് ഇത്രമാത്രം പൊള്ളാൻ എന്തിരിക്കുന്നു? സാറിൻ്റെ അമ്മയും പെങ്ങളെയും ഒന്നും അല്ലല്ലോ തടഞ്ഞു വെച്ചത്. അത് പറഞ്ഞു തീരും മുന്നേ അവനും കിട്ടി. കാരണം നോക്കി മാറി മാറി അടി. പിന്നെ ആരും സിദ്ധാർത്ഥിന് നേരെ ശബ്ദമുയർത്താൻ ധൈര്യം കാട്ടിയില്ല. നീയൊക്കെ ചോദിച്ച സ്ഥിതിക്ക് പറയുക, ഞാൻ ഇവളും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. എൻ്റെ അമ്മയുമല്ല പെങ്ങളും ഒന്നുമല്ല. എൻ്റെ മാത്രം പെണ്ണാണ് എൻ്റെ ഭാര്യ. ഈ സിദ്ധാർത്ഥ് വർമ്മ താലി കെട്ടിയ സിദ്ധാർത്ഥിൻ്റെ ഭാര്യ. അത് കേട്ടതും എല്ലാവരും അമ്പരപ്പോടെ പരസ്പരം നോക്കി. അപ്പോഴേക്കും കോളേജ് മുഴുവൻ അങ്ങോട്ടേക്ക് ഓടിക്കൂടിയിരുന്നു, കാഞ്ചന അടക്കം. ഈശ്വര, ഇത്രയും നേരം പാമ്പിൻ്റെ വായിലിട്ടാണോ ഞാൻ കോലിട്ടിളക്കിയത് എന്ന ചിന്തയായിരുന്നു അവളിലുണ്ടായത്. കോളേജ് മുഴുവൻ സിദ്ധാർത്ഥിൻ്റെയും ഗൗരിയുടെയും അടുത്തേക്ക് തടിച്ചുകൂടി എത്തിയിരുന്നു. സിദ്ധാർത്ഥിനോട് പ്രണയമുള്ള എല്ലാവരും ഒരു ചെറിയ കുശുമ്പോടെ അവളെ നോക്കി. എങ്കിലും സിദ്ധാർത്ഥ് സാറിൻ്റെ ഭാര്യ ഇടയ്ക്ക് വിദ്യാർത്ഥികൾ വിശ്വസിക്കാൻ പറ്റാതെ തിരക്കി. തിരമ്പുന്ന കടൽ. സിദ്ധാർത്ഥ നിലാവിൻ്റെ നേരിയ വെളിച്ചം അവൻ്റെ മുഖത്തേക്ക് പതിക്കുന്നത് കൊണ്ട് മുഖത്തെ ഭാവങ്ങൾ വ്യക്തമായി അവൾക്ക് കാണാമായിരുന്നു. അങ്ങനെ ഒരു വെളിപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഇല്ലാതെ ആ കാഞ്ചന അവൾക്കിട്ടൊരു കൊട്ട്, അത്രേ ഞാൻ കരുതിയുള്ളൂ. അത് നടന്നു. പിന്നെ ആ റാം, അവൻ മാത്രമല്ലല്ലോ നിൻ്റെ പിന്നാലെ. ഞാൻ അറിഞ്ഞിടത്തോളം ഒരുവിധം പയ്യന്മാർ മുഴുവൻ എൻ്റെ ഈ കെട്ടിയോക്ക് പിന്നാലെ അല്ലേ. എങ്കിലും പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കെന്തേ ഈ സിദ്ധാർത്ഥിൻ്റെ ഭാര്യയാണ് നീയെന്ന് മറ്റുള്ളവരോട് പറയാൻ നിനക്ക് വല്ല മടിയുണ്ടോ? അതോ എൻ്റെ പഴയ ഇഷ്ടം ഇപ്പോൾ ഇല്ലേ? സിദ്ധാർത്ഥ്, അങ്ങനെയൊന്നും പറയല്ലേ. പണ്ടത്തേതിൽ നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് അവൾ അവൻ്റെ തോളോട് ചേർന്ന് പറഞ്ഞുകൊണ്ട് ആർത്തിളയ്ക്കുന്ന കടലിലേക്ക് നോക്കിയിരുന്നു. നാളെയാണ് നമുക്ക് പോകേണ്ടത്. എങ്ങോട്ട്? ഞാൻ പറഞ്ഞ ബിസിനസ് ഡീൽ മറ്റന്നാളാണ്. നാളെ പോകണം. അപ്പോൾ ഇനി എന്നാ കാണാൻ പറ്റാം? അതിന് ഞാൻ മാത്രമല്ല, നീയും വരുന്നുണ്ട്. പിന്നെ വേറെ ഒരാൾ കൂടെ ഉണ്ട്. അത് സർപ്രൈസാണ്. അതാരാ വേറൊരാൾ? അയാളെ പോകുമ്പോൾ കാണാം, പോരെ? അതിനവൾ തലയാട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തോട് മുഖമുയർത്തി അവൻ്റെ മൂർത്താവിലൊന്ന് ചുംബിച്ചു. ആ തണുത്ത കാറ്റിൽ അവളുടെ ചുംബനം അവനെ മറ്റേതോ ലോകത്തെത്തിക്കും പോലെ അവന് തോന്നി. സിദ്ധാർത്ഥ, സത്യത്തിൽ ഞാൻ ഭയന്നിരിക്കുകയായിരുന്നു. എന്തിന്? നിങ്ങൾ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോയാൽ എന്തൊക്കെ സംഭവിക്കുമെന്നോർത്ത് ഞാൻ വല്ലാതെ ഭയന്നു പോയിരുന്നു. അറിയാം, ഞാൻ നിന്നിൽ നിന്നും ഒന്നകന്ന് നിൽക്കാൻ കാത്തു നിൽക്കുവാണ് പലരും. നിനക്ക് പിന്നാലെയുള്ള കഴുകൻ കണ്ണുകളെ തൂത്തുമാറ്റാൻ എനിക്കാവുന്നില്ലല്ലോ. എത്ര കിട്ടിയാലും നാണമില്ലാതെ വീണ്ടും വീണ്ടും നിന്നോടടുക്കാൻ ആഗ്രഹിക്കുന്ന കിരൺ, അവൻ്റെ മനസ്സാണ് എനിക്ക് പിടിതരാത്തത്. അത്രമേൽ നിന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെന്തിനാ അവൻ ആതിരയ്ക്ക് പിന്നാലെ പോയത്? ആ ചോദ്യത്തിന് മറുപടിയായി ഒരു ഉത്തരം പറയാൻ ഗൗരിക്കുണ്ടായിരുന്നില്ല. അവൾ അവൻ്റെ മുഖത്തോടൊന്നുയർന്നു അവൻ്റെ കാതിൽ പതിയെ മന്ത്രിക്കും പോലെ പറഞ്ഞു, അതുകൊണ്ടെന്താ? എനിക്ക് നിങ്ങളെ കിട്ടിയില്ലേ? ശരിയാ, ആ ഒരു കാര്യത്തിന് അവനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് അവളുടെ അരക്കെട്ടിലൂടെ ചുട്ടിപ്പിടിച്ച് കൊണ്ട് അവളെ കൂടുതൽ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. ആ നിലാവിൻ്റെ വെളിച്ചത്തിൽ അവൾക്ക് വല്ലാത്തൊരു ഭംഗി അവൻ്റെ കണ്ണുകളിൽ തോന്നി. ഞാനൊന്ന് എടുത്തോട്ടെ? അവനിൽ നിന്നും ഒരു നേരിയ കാറ്റുപോലെ ആ ചോദ്യം അവളിൽ വന്ന് പതിച്ചു. എന്ത്? ഈ ചുണ്ടിൽ നിന്നും ഒരു ചുംബനം. അത് പറയുമ്പോൾ അവൻ്റെ കൈകൾ അവളുടെ വയറിനെ താളം പിടിച്ചു. ഒരു ചെറുചിരിയോടെ അവൾ അതിൻ്റെ സമ്മതം മൂളി. അവൻ അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചു. ഒരു ചെറു കടിയും സമ്മാനിച്ചു. അവളുടെ കൈകൾ ആ പൂഴിമണലിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഗൗരി അത് ആസ്വദിച്ചു. ആ ചുംബനം അല്പനേരം ഉണ്ടായിരുന്നു. അതിനെ അവസാനിപ്പിക്കാൻ എന്നോണം സിദ്ധാർത്ഥിൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ വന്നു. മറ്റാരുമല്ല, അമനായിരുന്നു അത്. സിദ്ധാർത്ഥ് ഫോണിൻ്റെ സ്ക്രീനിലേക്ക് നോക്കി പല്ലുകൾ ഞെരുക്കി. എന്താടാ? ഫോൺ എടുത്ത ഉടൻ സിദ്ധാർത്ഥ് ചോദിച്ചത്. അമൻ കാറിലിരുന്നുകൊണ്ട് ഒരു കോട്ട വിട്ടു പറഞ്ഞു. പൊന്നു മോനെ, കടൽത്തീരമാണ്, ഓയോ റൂമൊന്നുമല്ല. രണ്ടും വന്നേ പോകാൻ നോക്കാം. എനിക്കാണ് ഉറക്കം വന്നിട്ട് മേല. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോകേണ്ടതല്ലേ? സിദ്ധാർത്ഥ ഒരു അവജ്ഞയോടൊന്ന് മൂളി. ഫോൺ കട്ടായതും ഗൗരിയെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, പോകാം, അമൻ വിളിക്കുന്നുണ്ട്. പാവ, ഒരുപാട് നേരമായില്ലേ അവിടെ പോസ്റ്റായിരിക്കുന്നു. ഇരുവരും ഒരു ചിരിയോടെ കാറിനടുത്തേക്ക് നടന്നു. ചെന്നിട്ട് വേണം ഇനി എല്ലാം എടുത്തു വെക്കാൻ. സിദ്ധാർത്ഥ് നേരത്തെ ഒരു വാക്ക് പറഞ്ഞിരുന്നേ ഞാൻ എല്ലാം ഒരുക്കി വെച്ചിന്. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, എല്ലാം അവിടെ സെറ്റായിരിക്കും. അത് കേട്ടത് അവൾ അവനെ അഭിമാനത്തോടെ ഒന്ന് നോക്കി. തനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അവൻ ഇടയ്ക്കൊന്ന് നിർത്തി തിരക്കി. എന്ത് ബുദ്ധിമുട്ട്? തനിക്കിപ്പോൾ റെസ്റ്റ് വേണ്ട സമയമല്ലേ? അപ്പോൾ ഇങ്ങനെ ദൂരയാത്ര? അതൊന്നും ഒരു പ്രശ്നമില്ല സിദ്ധാർത്ഥ്, അതോർത്ത് ടെൻഷൻ ആവണ്ട. അതും പറഞ്ഞവൾ അവൻ്റെ തോളിൽ തൂങ്ങി. അതേ,
പ്രണയ ദമ്പതികൾ ഒന്ന് അനങ്ങി വന്നിരുന്നേൽ ഒന്ന് വീട്ടിൽ ചെന്ന് കിടക്കാമായിരുന്നു. അമൻ അടുത്തെത്തിയതും വിളിച്ചു പറഞ്ഞു, വരുവാടാ, കിടന്ന് കാറണ്ട. പിറ്റേന്ന് രാവിലെ ഗൗരിയും കൂട്ടി സിദ്ധാർത്ഥ് നേരത്തെ എയർപോർട്ടിലെത്തി. അമൻ എവിടെ? സിദ്ധാർത്ഥ് എത്താറായി എന്ന് പറഞ്ഞു. അല്ല, ആരാ മറ്റൊരാൾ നമ്മുടെ കൂടെ? അതൊക്കെയുണ്ട്, എൻ്റെ വൈഫ് ഇപ്പോൾ ആളെ കാണുമ്പോൾ അറിഞ്ഞാൽ മതി. അവൾ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചെന്ന് നോക്കി. ആ നോട്ട് അത്ര പന്തിയല്ലെന്ന് കണ്ടതും അവൻ അവളെ നോക്കി കൈകൂപ്പി പറഞ്ഞു, എൻ്റെ പൊന്നു ഭാര്യയെ, അനന്യൊന്നും അല്ല, നീ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ. അവൻ പറയുന്നത് കേട്ടൊന്നു അവളൊന്ന് ഇളിച്ചു കാട്ടി. എൻ്റെ ഈശ്വരാ, അവൻ മേപ്പോട്ട് നോക്കി പറഞ്ഞു. VIP ഏരിയയിലായിരുന്നു അവർക്കുള്ള വിശ്രമ സ്ഥലം. ഗൗരി സിദ്ധാർത്ഥിൻ്റെ കയ്യിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് അവൻ്റെ താടിയിൽ തൊട്ടും തലോടിയും ഇരുന്നു. ഇടയ്ക്കെപ്പോഴോ അവൻ അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയായിപ്പോയി. അടങ്ങിയിരി എൻ്റെ പെണ്ണെ, ദേ വെറുതെ ആളെ ഇളക്കി വിടല്ലേ. അത് കേട്ടതും അവൾ അവൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്നിരുന്നുകൊണ്ട് അവൻ്റെ താടിയിൽ ആഞ്ഞൊന്ന് ചുംബിച്ചു. ചുറ്റും ഒരു കവചം പോലെ നിന്ന ബോഡി ഗാർഡ്സ് ആവട്ടെ കണ്ണടയ്ക്കാനും വയ്യ, തുറന്നും പിടിക്കാനും വയ്യ എന്ന അവസ്ഥയിൽ നിൽപ്പായിരുന്നു. പെട്ടെന്ന് അവൻ അവളുടെ കൈയും പിടിച്ചുയർത്തി അവളെയും വലിച്ച് ഓമിൻ്റെ ഒരു ഭാഗത്തേക്ക് നീങ്ങി. ഒരു ഞെട്ടലോട് അവൾ അവനെ നോക്കി. അടങ്ങിയിരിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? സോറി, ഇനി ചെയ്യില്ല. ഭയത്തോടെ അവൾ അവനോട് കേണ് പറഞ്ഞു. ഇനി നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. അയ്യോ സിദ്ധാർത്ഥ്, എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ചുമ്മാ വെറുതെ ഇനി ഒന്നും ചെയ്യല്ല, അടങ്ങിയിരിക്കുക. വേണ്ട, നീ അടങ്ങിയിരിക്കണ്ട, ഇങ്ങനെ വാ. അവൻ അവളെ പിടിച്ച് വലിച്ചുകൊണ്ട് കുറച്ച് മാറി നിന്നു. ഒറ്റ കുതിപ്പിന് അവളെ എടുത്തുയർത്തിക്കൊണ്ട് അവളുടെ ചുണ്ടിന് അമർത്തി ചുംബിച്ചു. ഒരു വേള ഒന്ന് പിടഞ്ഞവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുവെങ്കിൽ അത് നടന്നില്ല. അടങ്ങിയിരിക്കെ, എനിക്കെൻ്റെ പെണ്ണെ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്നെ വെറുതെ ഇളക്കി വിടല്ലേ എന്ന്. സോറി, ഇനി ആവർത്തിക്കില്ല. അതിന് ഏതായാലും നീ ഇപ്പോൾ പോകുന്നില്ല. അതും പറഞ്ഞവൻ അവളുടെ ഇരു കൈകളും മേപ്പോട്ട് ഉയർത്തി മുറുക്കെ പിടിച്ചു. നിലത്ത് നിർത്തി അവളെ കഴുത്തിലും ചുണ്ടിലും എല്ലാം തെരുതെരെ ഉമ്മകൾ സമ്മാനിച്ചു. സിദ്ധാർത്ഥ്! പെട്ടെന്നൊരു വിളി കേട്ടതും ഇരുവരും ഒന്ന് പിന്നോട്ടാഞ്ഞു. അമനാണ്. എന്താടാ നിങ്ങൾ ഇവിടെ നിൽക്കുന്നേ? അകത്തേക്ക് വന്നതും അമൻ തിരക്കി. ചുമ്മാ. അമൻ ഒരു വഷളം ചിരിയോടെ സിദ്ധാർത്ഥനെ നോക്കി. ഗൗരി ആവട്ടെ ചുവന്നു തൊടുത്ത് താഴേക്ക് നോക്കി. ഗൗരി പെട്ടെന്ന് സിദ്ധാർത്ഥിനും പിന്നിലേക്ക് നടന്നതും അമൻ സിദ്ധാർത്ഥിനോടായി പറഞ്ഞു, എൻ്റെ മോനെ, ആ ചുണ്ടിലെ ലിപ്സ്റ്റിക്കിങ് തുടച്ചിട്ട് വാ. അത് കേട്ടതും സിദ്ധാർത്ഥ് മുന്നിലെ കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് ഗൗരിയുടെ ലിപ്സ്റ്റിക്ക് തുടച്ചു മാറ്റി. മറ്റൊന്നും ഇല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടേക്ക് വന്നാലും. അമൻ കളിയാക്കി പറഞ്ഞതും സിദ്ധാർത്ഥ് അവനെ അടിമുടി ഒന്ന് നോക്കി. അമനൊന്ന് ഇളിച്ചു കാട്ടി. ഗൗരി വാ. അതും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് ഗൗരിയുടെ കൈയും പിടിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. അവിടെ ഇരിക്കുന്ന ആളെ കണ്ടതും ഗൗരി ഒന്ന് അമ്പരന്നു. ഗൗരിയെ കണ്ടതും ആ വ്യക്തിയും ഒന്ന് ചിരിച്ചു. സിദ്ധാർത്ഥ്, അമൃത, ഇവളിവിടെ? വിശ്വാസം വരാതെ ഗൗരി തിരക്കി. ഇതേ അമനോട് തന്നെ ചോദിക്കേ. അത് പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒരു ടീമായി പോകുമ്പോൾ ഞാൻ പോസ്റ്റ് ആവണ്ടല്ലോ എന്നോർത്ത് കൊണ്ടുവന്നതാ. എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ അപ്പോൾ നീ. ഗൗരി അമൃതയോട് തിരക്കി. ദേ അമൻ തന്നെയാണ് പറഞ്ഞേ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന്. അവൾ അമനെ തറപ്പിച്ചൊന്ന് നോക്കി. ദേ നിന്റെ കെട്ടിയവനാണ് പറഞ്ഞ നിന്നോട് പറയണ്ട എന്ന്. എന്നാലും ഒരു വാക്ക് പറയാറ് ഇവളും ഉണ്ടെന്ന്. സിദ്ധാർത്ഥിനെ നോക്കി ഗൗരി പറഞ്ഞു. സർപ്രൈസ് തന്നെ ആയിരിക്കണം മോളെ, അല്ലെങ്കിൽ എന്താ രസം ഉണ്ടാവുക. ഓ ആയിക്കോട്ടെ തമ്പ്ര. അല്പനേരം 4 പേരും ചിരിയും സംസാരവുമായിരുന്നു. അപ്പോഴേക്ക് ഫ്ലൈറ്റിൽ കയറാനുള്ള അനൗൺസ്മെൻറ്റ് വന്നു. 4 പേരെയും വഹിച്ചുകൊണ്ട് ബോഡി ഗാർഡ്സ് മുന്നോട്ട് നടന്നു. അമൻ, ഫയലെല്ലാം ഓക്കെ അല്ലേ? അതെ, എല്ലാം ഓക്കെയാണ്. ഇനി അവിടെ ചെന്നിട്ട് സൈൻ ചെയ്യുന്ന പരിപാടി കൂടി ഓക്കെ ആയാൽ മതി. അതൊക്കെ ഓക്കെ ആവും, ഇല്ലേ നമ്മളാക്കും. അത് പറയുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് വല്ലാത്ത ദേഷ്യമായിരുന്നു. അന്ന് ഏകദേശം രാത്രിയോടെ അവർ ബുക്ക് ചെയ്ത ഹോട്ടൽ റൂമിലെത്തി. 2 റൂമായിരുന്നു ബുക്ക് ചെയ്തത്. ഒന്ന് സിദ്ധാർത്ഥിനും ഒന്ന് അമനും. റൂമിലേക്ക് നടക്കാൻ നേരം അമൃത ഒന്ന് നിശ്വസിച്ചുകൊണ്ട് തിരക്കി. അല്ല, അപ്പോൾ ഈ 2 റൂമിലെങ്ങനെ എല്ലാവരും? സിദ്ധാർത്ഥ് അമനെ നോക്കിയും ചിരിച്ചു. സിദ്ധാർത്ഥും ഗൗരിയും ആ റൂമിൽ, നമ്മൾ ഈ റൂമിൽ. അതെങ്ങനെ ശരിയാവും? പുലിക്കുട്ടയിൽ നിന്ന് അമൃത കിടന്ന് വിയർക്കുന്നത് കണ്ണുകൾ ഭയം കൊണ്ട് വിറയ്ക്കുന്ന അമൻ ശ്രദ്ധിച്ചു. അതൊക്കെ ശരിയാവും. അതും പറഞ്ഞ് അമൻ അവൻ്റെ കയ്യിൽ ഒരു റൂം കീ സിദ്ധാർത്ഥിനെ ഏൽപ്പിച്ചു. എന്നാൽ ശരി മോനെ, നാളെ രാവിലെ കാണാം. അതും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു. അമൻ റൂം തുറക്കുന്നതിനിടയ്ക്ക് അമൃതയെ നോക്കി. ഭയം കൊണ്ട് നഖം കടിച്ചു നിൽക്കുന്നവളെ കണ്ടവനൊന്ന് ചിരിച്ചു. റൂമിനകത്തേക്ക് കയറാതെ സ്തംഭിച്ച് നിൽക്കുന്നവളെ അകത്തേക്ക് വിളിച്ചു കയറ്റി. എന്തിനാ എൻ്റെ പൊന്നു പെണ്ണെ ഇത്ര പേടിക്കുന്നത്? അത് പിന്നെ നമ്മളൊരു റൂമിൽ. അതിനെന്താ എന്നല്ല, അതിന് പ്രശ്നമുണ്ട്. ആർക്ക്? അത് ചോദിച്ചവൻ അവൾ അരികിലേക്ക് വന്നുകൊണ്ടിരുന്നു. അമൃത പിന്നിലേക്ക് നീങ്ങി വാതിലിൽ ചെന്ന് ഇടിച്ചു നിന്നു. അമൻ അവളുടെ ഇരുവശങ്ങളിലായി കൈകൾ വെച്ചുകൊണ്ട് വീണ്ടും തിരക്കി. ആർക്കാ പ്രശ്നം? നിനക്കാണോ? അവളുടെ കണ്ണുകൾ ഭയത്താൽ പിടയ്ക്കുന്നത് കണ്ടവൻ ഒന്ന് ചിരിച്ചു. അയ്യോ, ഞാൻ വിട്ടേ. എൻ്റെ പൊന്നു, ഇങ്ങനെ പേടിച്ച
ചത്തുപോകും കേട്ടോ. അവളൊരു വിളറിയ ചിരിയോടെ അവനെ നോക്കി.